ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലുക്കാണ്, വിച്ച് ഈസ് വെരി അപ്രോപ്രിയേറ്റ് ഫോർ ഹൽദി, മെഹന്തി അല്ലെങ്കിൽ സംഗീത് പോലത്തെ ഉള്ള ഫങ്ഷൻസിന് വേണ്ടിയിട്ട്. സോ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സെഫോറയുടെ ഓൾ ഡേ ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ക്രീമാണ്. ഇതൊരു ചെറിയ ഡോട്ട്, എന്നിട്ട് നന്നായിട്ട് ഇടാം ക്രീം വെച്ചിട്ട്. അപ്പോൾ കളർ കറക്റ്റിങ്ങിന് മാർസിൻ്റെ ഈ ഒരു പാലറ്റ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് അണ്ടർ ഐസിൻ്റെ അവിടെ എവിടെയെങ്കിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെയും കൂടി നിങ്ങൾ ചെയ്തോ കേട്ടോ. ഞാനിത് വളരെ ചെറിയ എമൗണ്ട് എടുക്കുന്നുള്ളൂ. ഇനി ഞാനിതിൽ ഈ ഒരു കൺസീലർ ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഞാൻ കണ്ണിൻ്റെ മുകളിലും കൂടി കുറച്ച് കൺസീലർ ആഡ് ചെയ്യും. ഇനി ഞാൻ കൺസീലർ ചെയ്ത ഭാഗത്തൊക്കെ ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ക്രീസ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫൗണ്ടേഷൻ മേബിലിൻ്റെ ഈ ഫിറ്റ് മീ, എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 312. ഇതും പിന്നെ എൽഫിൻ്റെ ഈ ഗ്ലോ ക്രീം, ഇത് രണ്ടും ഉണ്ട് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഫൗണ്ടേഷനും എൽഫിൻ്റെ ഒരു ഗ്ലോ ഫിൽറ്ററും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു ലൈറ്റ് കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലേക്ക് താഴെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് കണ്ണിലും ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളത് ചെയ്തു. അതിനുശേഷം സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ കൺസീലർ ഇട്ടതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് വിടാം. സെറ്റിംഗ് പൗഡർ കണ്ണിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കണം.
ഇനി അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പിനായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഫുള്ളായി കവർ ചെയ്യാൻ പോകാം. ഓൾറെഡി എൻ്റെ ഡ്രസ്സ് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഞാൻ ഐ ഷാഡോ അത്ര ഡാർക്ക് ആക്കുന്നില്ല. ഈ റെവല്യൂഷൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഷെയ്ഡാണ് ഞാൻ എടുത്തത്. ഈ ഷെയ്ഡ് ഓക്കെ. നെക്സ്റ്റ് ഞാൻ മാർസിൻ്റെ ഈ പാലറ്റിൽ നിന്ന് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഈ ഔട്ടർ ഈ ഒരു പോർഷനിലിട്ട് എന്നിട്ട് ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്യണം. കണ്ടോ? വല്ല ഹാർഷ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബ്ലെൻഡ് ചെയ്ത് കളയാട്ടോ. ഓക്കെ, ഞാൻ ഇത് തന്നെ ഇപ്പുറത്തെ ഐസും കൂടി ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അതിനുശേഷം ഈ സെയിം പാലറ്റിൽ നിന്ന് ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഈ ഇന്നർ കോർണറിൽ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഓക്കെ, ഞാനത് നീക്കം നടക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ണ് എഴുതുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് തോർത്ത് പോയിൻറ്റഡ് ആയിട്ടുള്ള ടിപ്പ് എടുത്തിട്ട് ജസ്റ്റ് ലൈൻ പോലെ വരയ്ക്കാം. അത് തന്നെ സെയിം ഇപ്പുറത്തും ചെയ്യാം. ഹാർഷ് ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ഞാൻ ഈ ബ്രോൺസറാണ് ഇടുന്നത്. ബ്രോൺസർ ഇടുന്ന ബ്രഷ് അല്ല ഇത് ആക്ച്വലി ബ്ലെൻഡർ ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് എടുത്തിട്ട് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുന്ന പോലെ കണ്ടോ, പ്രിസൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ സ്പീഡിലൊന്ന് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത് തന്നെ ഇപ്പുറത്തും ചെയ്യാം. ഇത് കറക്റ്റ് ബ്ലെൻഡ് ചെയ്യണ മെത്തേഡൊന്നും അല്ല, പക്ഷെ ഇത് എനിക്ക് ചെയ്യാൻ എളുപ്പത്. ഞാൻ ബ്രോൺസറാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്ക് എൻ്റെ ഷെയ്ഡ് കാര്യങ്ങളൊന്നും കാണാതെ അറിയത്തില്ല. ജസ്റ്റ് നോസിൻ്റെ സൈഡിലായിട്ട് ഓക്കെ. അപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്തു. എന്നിട്ട് ഞാനൊരു ബ്ലഷ്, ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് ഈ ഹൈ പോയിൻറ്റ്സിലേക്ക് ഇടാം. അപ്പം നമുക്കൊരു ലിഫ്റ്റ് ചെയ്ത് ഫേസ് ലിഫ്റ്റ് ചെയ്ത പോലെ തോന്നും. ഓക്കെ, ഇനി ഹൈലൈറ്റർ വന്നിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഈ ഹൈ പോയിൻറ്റ്സിലിടുന്നത്
ടിപ്പിൽ എവിടെയായിട്ട് കുറച്ച് നമുക്ക് ഇവിടെ ഇടാം. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇത് രണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ലിപ് പ്ലംപ്പറാണ്. അപ്പോൾ ഞാനത് ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു മാക്കിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്യാനുള്ളത്. കഴിഞ്ഞു, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഞാൻ മെയിൻ 2 കാര്യങ്ങൾ മറന്നുപോയി. അതൊന്ന് ഐബ്രോ ഞാൻ ഷേപ്പ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ഐബ്രോ പെട്ടെന്ന് ഷേപ്പ് ചെയ്യാം. ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വലിയായിട്ട് ഞാൻ വരയ്ക്കത്തില്ല. ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കും. സൈഡ് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കോട്ട് മസ്കാര ഇട്ടു. അപ്പോൾ എൻ്റെ ഐലാഷസ് കുറച്ച് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെയൊക്കെ ഇപ്പോൾ തോന്നും. ഞാൻ ലാസ്റ്റായിട്ട് പൊട്ട് വയ്ക്കാൻ പോവാണ്. പൊട്ട് ഇന്ത്യയിൽ അധികം ഓപ്ഷനൊന്നുമില്ല. പൊള്ളയിലൊരു നല്ലൊരു ഓപ്ഷൻ ഇതായിരുന്നു. ഞാനിത് വയ്ക്കാമെന്ന് വെച്ചു. നല്ലല്ലേ? ഓക്കെ, ഇനി കംപ്ലീറ്റ് എൻ്റെ ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ലുക്ക് കാണിക്കാം. സോ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ലക്ഷ്മി.